ഹായ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. വയനാട് ദുരിതം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണല്ലോ നാം മുഴുവൻ മലയാളികളും. വയനാട് ദുരിതത്തേക്കാൾ എത്രയോ ഇരട്ടി പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഗ്രീസിന്റെ തലസ്ഥാനമായ ആഥൻസിന് സമീപം പെൻഡലിയായിൽ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി വീടുകൾ അഗ്നിക്കിരയായി. ഒരു നാട് തന്നെ മാറ്റി പാർപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. അത്രയും തീവ്രത കൂടിയ നിലയിലാണ് കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് തീ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അപ്പോഴേക്കും അത് വളരെ കൂടുതൽ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കാട്ടുതീ ആയതുകൊണ്ട് തന്നെ മനുഷ്യനേക്കാൾ അത്രയും കൂടുതലും നഷ്ടം മൃഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കിലോമീറ്റർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപാണല്ലോ ആമസോൺ കാടിന്റെ ദുരിതത്തെക്കുറിച്ച് നമ്മൾ ന്യൂസുകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആമസോൺ തീപിടുത്തം ഏകദേശം മാസക്കണക്കിന് തീ നിയന്ത്രണ വിധേയമാക്കാൻ എടുക്കേണ്ടി വന്നു. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കാടാണ് ആമസോൺ കാട്. അവിടെയാണ് വൻ തീപിടുത്തമുണ്ടായതും വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആമസോൺ കാടിന്റെ പുറം ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് മനുഷ്യജീവനുകളും അതിൽ പൊലിഞ്ഞു. ഒരുപാട് മൃഗങ്ങൾക്കും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലും ആ വൻ ദുരന്തം ഒരുപാട് വേട്ടയാടി. ആ ദുരിതം കഴിഞ്ഞ് ഏകദേശം വർഷം തികയുന്നതിന് മുമ്പാണ് ഗ്രീസിലും ഈ കാട്ടുതീയുടെ ദുരിതം എത്തിയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന സമയമാണിത്. അതിൽ കൂടി കാട്ടുതീ കൂടി വന്നാൽ ആ പ്രദേശത്തിൽ അനുഭവപ്പെടുന്ന ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഏകദേശം 30 കിലോമീറ്റർ ചുറ്റളവിൽ തീ പടർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 25 മീറ്റർ ഉയരത്തിൽ തീജ്വാലകൾ പടർന്നിരിക്കുകയാണ് എന്നെല്ലാമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ദുരിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്കറിയില്ല. എങ്കിലും ഇതൊക്കെ പരിസ്ഥിതിയുടെ മാറ്റങ്ങളാണ്, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളാണ്. ഏത് രാജ്യത്തും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുമുണ്ട്. എന്തായാലും പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ലഭ്യമായ അറിവുകൾ വെച്ച് പറയുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചൂട് കൂടി വരുന്ന ഒരു പ്രതിഭാസം അനുഭവപ്പെടുകയാണ്. കടൽ വെള്ളത്തിന്റെ ചൂട് കൂടുന്നു, മത്സ്യത്തിന്റെ ലഭ്യത കുറയുന്നു. കടലിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് കരയിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചൂട് കാലത്ത് നമുക്ക് അനുഭവപ്പെട്ട ചൂട് നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഗ്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂറിസത്തിന് പേരുകേട്ട സ്ഥലമാണ്. ഒരുപാട് പ്രകൃതി ഭംഗിയും നിർമ്മിതിയുമുള്ള സ്ഥലമാണ്. നമ്മുടെ വയനാടിന് പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഭംഗി പോലെ തന്നെയാണ് അവിടത്തെയും കാര്യം. ഏതായാലും ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളി തന്നെയാണ്. വ്യക്തമായ ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമായ വിഷയങ്ങളാണ്. UN പരിസ്ഥിതി വിഭാഗം കുറേയധികം പഠന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പരമാവധി അനുസരിക്കാൻ നാം ശ്രദ്ധിക്കുകയും വേണം. എന്തായാലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സമാധാനം പുലരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നിങ്ങൾ ഈ ചാനൽ വീക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി.